ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഈ ഒരു കണ്ടൻറ്റ് ഞാൻ കുറച്ച് മുന്നേ ചെയ്യണമെന്ന് വിചാരിച്ചായിരുന്നു. ബട്ട് ഇത് കുറച്ച് ടൈം എടുത്ത് ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ നീട്ടി വെച്ചതാണ്. എന്തായാലും കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡിഫെൻഡിങ് ടിപ്സാണ്. ഡിഫെൻഡിങ് ടിപ്സ് എന്ന് പറയാൻ എനിക്കറിയില്ല, ഇത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇത് കുറച്ചുകൂടെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഇത് ചിലപ്പോൾ നിങ്ങൾ ഇത് വരുത്തുന്ന മിസ്റ്റേക്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഇതൊരു യൂസ് ചെയ്യാത്ത കാര്യങ്ങളായിരിക്കും. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഗെയിം പ്ലേസിലേക്ക് കൊണ്ടുവന്നാൽ ഡിഫൻസ് കുറച്ചുകൂടെ ബെറ്റർ ആക്കാൻ പറ്റുമായിരിക്കും. അപ്പോൾ ഫസ്റ്റ് തന്നെ നോക്കുന്ന പ്ലേ സെറ്റിങ്സ് ആണ് കേട്ടോ. പ്ലേ സെറ്റിങ്സിൽ ഒരുപാടൊന്നും പറയാനില്ല, ജസ്റ്റ് നോർമൽ കൺട്രോൾസ് തന്നെ പറയാനുള്ളൂ. പക്ഷേ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ പോലെ പറയാം. ടച്ച് ആൻഡ് ഫ്ലിക്ക് ഇഷ്ടപ്പെടുന്നതൊക്കെ നിങ്ങളിഷ്ടം. മെയിനായിട്ട് ഈ ഒരു ഡയറക്ഷൻ സ്റ്റിക്കൊക്കെ കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ ജോയ്സ്റ്റിക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ ഡിഫൻസിൻ്റെ കാര്യത്തിൽ. അപ്പോൾ നിങ്ങൾ ഫിക്സ്ഡോ മോഡോ ഓഫോ ആണ് ആക്കാം. അപ്പോൾ ഫിക്സ്ഡ് ആണെങ്കിൽ ആ സ്ഥലത്ത് മാത്രമേ ഉണ്ടാവും, നമുക്ക് ആ സ്ഥലത്ത് മാത്രം തൊട്ടാൽ മാത്രമേ കമാൻഡ് പോകുള്ളൂ ജോയ്സ്റ്റിക്കിൻ്റെ, അത് അനങ്ങൂല. അപ്പോൾ അത് കുറേ പേര് യൂസ് ചെയ്യാറുണ്ട്, പക്ഷേ എനിക്കത് വർക്കാവില്ല. കാരണം ചൂണ്ട വിരലും ഈ ഒരു എന്താ പറയുന്നത് തമ്പ് വിരൽ പക്ഷേ അൽപ്പം വിരൽ അത് യൂസ് ചെയ്യും. രണ്ടും കൂടെ യൂസ് ചെയ്യുന്ന ആളാണ് ഈ ജോയ്സ്റ്റിക്കിൽ. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്യുക, നിങ്ങളുടെ കൈൻ്റെ കൺവീനിയൻസ് അനുസരിച്ച് നോക്കുക. അതുപോലെ ഇതാണ് മെയിനായിട്ടുള്ള കേഴ്സർ ചേഞ്ച് മാനുവൽ ആക്കിയിടുക. ഈ മാനുവൽ ഡിഫെൻഡിങ് ആണ് ഏറ്റവും ബെസ്റ്റ്. ഡിഫൻസിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ മാനുവൽ കൺട്രോളാണ് ബെസ്റ്റ്. അപ്പോൾ അസിസ്റ്റഡ് കളിക്കുന്ന ആൾക്കാരുണ്ടാവും, ബട്ട് അത് നിങ്ങൾക്ക് അറിയാൻ പറ്റും, നമ്മുടെ കൺട്രോളിലല്ല പ്ലെയർ സ്വിച്ച് ആവുന്നത്. അപ്പോൾ അസിസ്റ്റഡിൽ പെട്ടെന്ന് മാനുവലിലേക്ക് മാറാൻ പെട്ടെന്ന് കഴിഞ്ഞോളന്നില്ല. കുറച്ച് ലോസ് ചെയ്ത് തോറ്റേ പഠിക്കുള്ളൂ. അതങ്ങനത്തെ ഒരു സാധനമാണ്. അപ്പോൾ ഞാനങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ ഇത് വൺസ് നിങ്ങൾ മാനുവൽ കൺട്രോൾ യൂസ് ചെയ്ത് തുടങ്ങി അത് ഏകദേശം മനസ്സിലായി കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഡിഫൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ പെട്ടെന്ന് മാറാൻ പറ്റില്ലെങ്കിൽ സെമി ഓട്ടോ കളിച്ച് അവിടെ നിന്ന് മാനുവലിലേക്ക് മാറിയാലും മതി. അസിസ്റ്റഡും അതുപോലെ തന്നെ മാനുവൽ കൺട്രോൾ ഒരുമിച്ച് കിട്ടുന്നൊരു കൺട്രോളാണത്. അപ്പോൾ അത് നോക്കുക. ഇനി മീഡിയം അതുപോലെ നേരോ വൈഡ് ഇതുണ്ട്, മൂവ്മെൻറ്റ് ഇൻപുട്ട് റേഞ്ച് ഉണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ കൈയുടെ സൈസും കാര്യങ്ങളൊക്കെ അനുസരിച്ച് നോക്കുക. നേരെ ആകുമ്പോൾ കുറച്ചുകൂടെ പെട്ടെന്ന് ഇൻപുട്ട് കിട്ടും, പക്ഷേ അത്ര കൺട്രോൾ ഉണ്ടാവില്ല. ബോളിൻ്റെ വൈഡാകുമ്പോൾ കുറച്ച് കൺട്രോൾ ഉണ്ടാവും, പക്ഷേ പെട്ടെന്ന് ഇൻപുട്ട് ആവില്ല. അത് സൈസ് വ്യത്യാസമുണ്ട്, അതുകൊണ്ടാണ്. പിന്നെ ഫെയിൻ കമാൻഡ് ടൈപ്പ് നിങ്ങളുടെ ഇഷ്ടത്തിന് കേട്ടോ. അത് ഡിഫൻസിന് ഭയങ്കരമായിട്ട് സംഭവമൊന്നുമില്ല. മെയിനായിട്ട് അറ്റാക്കും ട്രിപ്പിൾസും കാര്യങ്ങളൊക്കെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ അഡ്വാൻസിൽ പുതിയതായിട്ട് വന്നതാണ്, അത് പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. സ്മാർട്ടാണ്. ഇതുവരെ നമ്മൾ ഇത് ഇത്രയും വർഷമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് യൂസ് ചെയ്താണ് ഞാൻ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മെയിനായിട്ട് പറയാനുള്ളത് മാനുവൽ കേഴ്സർ ചേഞ്ച് ആണ്. അത് നിങ്ങൾ മാനുവലായിട്ട് സെറ്റ് ചെയ്തിട്ട് വേണം ഞാൻ പറയുന്ന കാര്യങ്ങൾ അത്യാവശ്യം നോക്കി ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ പറയാനുള്ളത് നമ്മുടെ സ്ക്വാഡ് ബിൽഡിംഗ് ആണ്. എപ്പോഴും പറയാനുള്ള പോലെ പെർഫെക്റ്റ് കോമ്പോസ് ഉണ്ടാക്കിയിടാം. അപ്പോൾ ഞാൻ മിഡ്ഫീൽഡിൽ നോക്കുന്നത് 2 DMF ആണ്, എൻ്റെ ഡബിൾ പിവറ്റാണ്. അപ്പോൾ അതിൽ ബോക്സും ആങ്കർമാനാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറ്. എനിക്കിപ്പോൾ റീസെൻ്റ്ലി കിട്ടിയതാണ് മോഡ്രിച്ചിനൊക്കെ. പക്ഷേ ഇപ്പോൾ ബോക്സിന് പകരം ഇട്ടാലും ആങ്കർമാന് പകരം ഇട്ടാലും അവിടെ കൂടെ കളിക്കുന്നത് 2 വിങ് പ്ലേയേഴ്സ് ആയി ലെമുഫ് ആർമഫ് ആയിട്ട്. അപ്പോൾ ഓർക്കസ്ട്രേറ്റർ ഇട്ട് കഴിഞ്ഞാൽ വലിയൊരു ഓട്ടയാണ് നടുവ് കൂടെ വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ സ്കോഡ് ബാലൻസ് ആക്കി കൊണ്ടുപോവുകയാണെങ്കിൽ പെർഫെക്റ്റ് പ്ലേയിങ് സ്റ്റൈൽസ് തന്നെ യൂസ് ചെയ്യുക. അപ്പോൾ ബോക്സ് നഗരങ്ങൾ ഡെസ്ട്രോയർ ഇട്ടാലും കുഴപ്പമില്ല. 2 ആങ്കർമാൻ ഉണ്ടണ്ട, ഒരാൾ ബോക്സ് ഡെസ്ട്രോയർ ആക്കാൻ നോക്കുക. അതിലിപ്പോൾ അത് ഒരു AMF 2 ഡബിൾ പിവറ്റ് DMF ആണെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് ഓർക്കസ്ട്രേറ്റർ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ആങ്കർമാൻ മസ്റ്റായിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കണം. അവർക്ക് മെയിനായിട്ട് കുറച്ച് സ്പീഡ് എന്നാൽ നല്ലതാണ്. ഞാൻ ഇപ്പോൾ 84 സ്പീഡ് കൊടുത്തിട്ടാണ് ഈ ഒരു റൈറ്റ് കാർഡിന് പ്രോഗ്രഷൻ ചെയ്തിട്ടുള്ളത്. എത്രയൊക്കെ മതി. ആക്സലറേഷൻ 80 ആക്കി കൊടുത്തു. അതുപോലെ ഫിസിക്കാലിറ്റി നോക്കുക, പാസിങ് സ്കിൽസ് ഉണ്ട് നല്ലത്. അതുപോലെ നല്ല ഡിഫൻസീവ് സ്റ്റാറ്റ്സും വേണം. കൂടെ കളിക്കുന്ന പ്ലെയറിന് എന്തായാലും ഡബിൾ പിവറ്റ് ആണെങ്കിൽ കേട്ടോ. അപ്പോൾ സിംഗിൾ DMF ആണ്, ഇത് മാത്രം മതി. ഇപ്പോൾ ഡബിൾ പിവറ്റാണ് കൂടെ കളിക്കുന്ന പ്ലെയറിന് എന്ത് ചെയ്യുക, അത്യാവശ്യം 85 ആക്സലറേഷൻ സ്പീഡ് രീതിക്ക് കൊടുക്കുക. പാസിങ് സ്കിൽസും വേണം, ഡിഫൻസീവ് സ്റ്റാറ്റ്സും വേണം. അപ്പോൾ ആ രീതിക്ക് നിങ്ങൾ കോംബോ ആക്കി ഇട്ടുക. പിന്നെ ബാക്ക് ലൈനും 2 DMF ആണ് എൻ്റെ ഫോർമേഷനിൽ ഏറ്റവും വേണ്ടത് ഡിഫൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം LBൻ്റെ RBൻ്റെ യൂസ് ചെയ്യുന്ന വെച്ചാൽ വിങ്ങിൽ കൂടെ അറ്റാക്ക് വരില്ല, അത് നേരത്താണ്. ഇപ്പോൾ DMFൻ്റെയും CMFൻ്റെയും പണിച്ച സെൻറ്റർ കവർ ചെയ്യുക, ബോക്സ് കവർ ചെയ്യുക, ആ ഒരു ബോക്സിൻ്റെ ഏരിയ കവർ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ആ ഒരു ബോക്സിൻ്റെ എഡ്ജ് വരെ അവർക്ക് റോളുള്ളൂ. RB LBക്ക് ഏറ്റവും കൂടുതൽ റോളുള്ളത് വിങ്സിലൂടെ വരുമ്പോഴാണ്, വിങ് അറ്റാക്ക് ഓപ്പൺ ചെയ്യുമ്പോഴാണ്. ബോക്സ് കയറി കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് ആർക്കും എടുത്തു പറയേണ്ട റോളൊന്നുമില്ല. ആരാണ് ബോളിൻ്റെ ക്രോസ് ഉള്ളത്, ആരാണ് ബോളിൻ്റെ അടുത്തുള്ളത്, അവരാണ് ഡിഫെൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ മെയിനായിട്ട് CB തന്നെ ഉണ്ടാവുക, പക്ഷേ RB വരാം, DMF ഒക്കെ വരാം. അപ്പോൾ അവരൊക്കെ കൊണ്ട് വെച്ച് എന്ത് ടാക്കിൾ ചെയ്യുക, എന്ത് വേണം ചെയ്യാം. ബോളിൻ്റെ ക്ലോസിൽ ആരാണെന്ന് വെച്ചാൽ എന്താണോ സിറ്റുവേഷന് വേണ്ടത് അത് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഏകദേശം ക്ലിപ്സൊക്കെ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്തില്ല, കുറച്ചുകൂടെ മനസ്സിലാവും നിങ്ങൾക്ക് കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്കറിയാം ഈ ഫുട്ബോൾ 22 വന്നപ്പം ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉള്ളത് നമ്മുടെ മാച്ചപ്പിലായിരുന്നു. മാച്ചപ്പ് മാത്രം മാസ്റ്റർ ചെയ്താൽ മതി. കാരണം അത് നീക്കി പിടിച്ച് നീക്കിയാലും പ്ലേയേഴ്സ് ഡിഫെൻഡ് ചെയ്യും, എന്തുവാണ് ചെയ്യും, നല്ല സ്പീഡ് ഉണ്ടാവും.
പക്ഷേ ഇപ്പോഴത്തെ അപ്ഡേറ്റ് അങ്ങനെയല്ല, ഇപ്പോഴത്തെ ഗെയിം പ്ലേ അങ്ങനെയല്ല. ഓരോ അപ്ഡേറ്റ് കഴിയും തോറും മാച്ചപ്പിൻ്റെ പവേഴ്സ് കുറഞ്ഞു വരിക നല്ലത്. ആക്ച്വലി നല്ലതാണ്, ആക്ച്വലി ബാലൻസ് ആവുകയാണ് ചെയ്യുന്നത്. മാച്ചപ്പും പ്രഷറും ഒരുപോലെ യൂസ് ചെയ്യേണ്ട ഒരു രീതിക്കാണ് ഗെയിം പ്ലേ ഇപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അവർ. കാരണം പ്രഷർ എന്നുള്ള ബട്ടൺ അധികം ആരും യൂസ് ചെയ്യില്ലായിരുന്നു ആ സമയത്ത്. ഇപ്പോഴാണ് ആൾക്കാർ യൂസ് ചെയ്തത് പിന്നെയും തുടങ്ങിയത്. അപ്പോൾ അത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. മാച്ചപ്പും പ്രഷറും ഒരുപോലെ യൂസ് ചെയ്യാൻ കഴിയുന്ന ആൾക്കാർക്ക് മാത്രമേ ഡിഫൻസ് അത്രയും പെർഫെക്റ്റ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ ഞാൻ ഭയങ്കര അടിപൊളി ഡിഫൻസ് അങ്ങനെയൊന്നുമില്ല. ഞാൻ ഇതൊക്കെ ചേഞ്ചസ് വരുത്തിയപ്പോൾ, ഇത്ര ചേഞ്ചസ് ഒക്കെ വരുത്തിയപ്പോൾ എന്ത് പറ്റി, എൻ്റെ മുന്നത്തെ ഞാൻ വഴങ്ങുന്ന കൺസിഡർ ചെയ്യുന്ന ഗോൾസൊക്കെ കുറഞ്ഞു. അപ്പോൾ 4 ഗോൾ വഴങ്ങുന്നിടത്ത് ചിലപ്പോൾ 2 ഗോളേ വഴങ്ങുന്നുണ്ടാവും. അപ്പം അങ്ങനെയൊക്കെയാണ് ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുള്ളത്. ഇപ്പം ഞാൻ ഇപ്പോൾ വഴങ്ങുന്ന ഗോൾസ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അധികവും എൻ്റെ മിസ്റ്റേക്സ് ഉണ്ടാവും. അതായത് മിസ്പാസ് ചെയ്യുന്നതായിരിക്കും, ചിലപ്പോൾ ക്ലിയർ ചെയ്യാത്ത ബോളായിരിക്കും. അതൊക്കെ എനിക്ക് വരുന്ന ഗോൾസിൻ്റെ കാരണമാണ്. അപ്പോൾ അതും കൂടെ ഒക്കെ നിങ്ങൾ റെഡ്യൂസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ പിന്നെയും ഡിഫൻസ് ബെറ്റർ ആയിക്കൊണ്ടിരിക്കും. പിന്നെയും നിങ്ങളുടെ കൺസീഡ് ചെയ്യുന്ന ഗോൾസ് കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ എന്തായാലും ഞാൻ പ്രഷർ എപ്പോഴും യൂസ് ചെയ്യണം, മാച്ചപ്പ് എപ്പോൾ യൂസ് ചെയ്യണം, അതുപോലെ എപ്പോഴാണ് ടാക്കിൾ ചെയ്യേണ്ടത് ഇതൊക്കെ പറഞ്ഞുതരാം. ഹൈ ബോൾസ് വരുന്ന എന്ത് ചെയ്യണം ഇതൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത് പ്രഷർ എങ്ങനെ ഏത് സമയത്താണ് അപ്ലൈ ചെയ്യേണ്ടതാണ്. പ്രഷർ അപ്ലൈ ചെയ്യേണ്ട സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ചേസിംഗ് ആണ്. ചേസിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഡിഫൻഡേഴ്സ് നിങ്ങളുടെ പ്ലേയേഴ്സിൻ്റെ മറികടന്നിട്ട് ഓപ്പോണൻ്റ് ഒരു പ്ലെയർ പോവുകയാണെങ്കിൽ ബാക്കിൽ നിന്ന് പോയിട്ട് പിടിക്കാനാണ് മെയിനായിട്ട് പ്രഷർ യൂസ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ പെട്ടെന്ന് തൊട്ട് മുന്നിൽ ഒരു ബോളുണ്ട്, ക്വിക്കായിട്ട് റെസ്പോണ്ട് ചെയ്യണമെങ്കിലും മാച്ചപ്പിനെക്കാട്ടും പ്രഷർ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അത് നിങ്ങളിപ്പോൾ ചിലപ്പം പ്രഷർ ചെയ്തിട്ട് എന്ത് ചെയ്യും, ചിലപ്പം ബോൾ കിട്ടില്ല, അപ്പോൾ ഷോൾഡർ ചാർജ് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതുപോലത്തെ സിറ്റുവേഷൻ വരുമ്പോൾ മെയിനായിട്ട് ചെയ്യേണ്ടത് പ്രഷർ യൂസ് ചെയ്യുക. അതാണ് മാക്സിമം സ്പീഡ് നമുക്ക് ഡിഫൻഡേഴ്സിനാണെങ്കിലും ആർക്കാണെങ്കിലും കിട്ടുള്ളൂ. അതുപോലെ ഇപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക, ഈ ക്ലിപ്പ് കാണുമ്പോൾ തൊട്ട് മുന്നിൽ ബോളിൻ്റെ അങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ ചേസ് ചെയ്യുന്ന സമയത്ത് ഷോൾഡർ ചാർജ് യൂസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ പ്രഷർ ചെയ്ത് പോയിട്ട് ഡബിൾ ടാപ്പ് ഓൺ ജോയിസ്റ്റിക്ക് ചെയ്താൽ ഷോൾഡർ ചാർജ് അപ്ലൈ ആവും. അത് ഷോൾഡർ ടു ഷോൾഡർ സിറ്റുവേഷൻ വരുമ്പോൾ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, ഷോൾഡർ ചാർജ് യൂസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അത് ഫൗളാവും. ബാക്ക് ടാക്കിൽ പോയി ഫ്രം ബിഹൈൻഡ് എന്നൊക്കെ പറഞ്ഞാൽ ഫൗളാവും. മുന്നിൽ നിന്ന് ചെയ്യുന്നതിനെക്കാട്ടും നല്ലത് സൈഡ് ടു സൈഡ് ഷോൾഡർ ടു ഷോൾഡർ പ്ലേയേഴ്സ് വരുമ്പോഴാണ് ചെയ്യേണ്ടത്. അപ്പോൾ അത് നല്ലൊരു എഫക്റ്റീവ് സ്കില്ലാണ് ഈ ഫുട്ബോളിൽ. ഫൗളില്ലാണ്ട് തന്നെ ബോൾ വിൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ടൈമിങ് പെർഫെക്റ്റ് ആക്കിയാൽ മാത്രം മതി. അപ്പോൾ അടുത്ത് വരുന്ന മാച്ചപ്പാണിത്. ഒരുപാട് പ്ലേയേഴ്സ് യൂസ് ചെയ്യുന്ന സാധനമാണ് മാച്ചപ്പ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ പാസിംഗ് ലൈൻ കട്ട് ചെയ്യാനാണ് മെയിനായിട്ട് യൂസ് ചെയ്യുക. ഒരു ഏരിയ കവർ ചെയ്യുക, പാസിംഗ് ലൈൻ കട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഓപ്പോണൻറ്റിൻ്റെ പാസ്സൊക്കെ നമ്മൾ പ്രിഡിക്റ്റ് ചെയ്ത് റീഡ് ചെയ്തിട്ട് ആ പാസിംഗ് ലൈൻ കട്ട് ചെയ്യുക എന്നുള്ള സാധനം. തൊട്ട് മുമ്പിലാണ് ഇപ്പോൾ ബോൾ എന്നെങ്കിൽ ഫിസിക്കലി ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും നിങ്ങൾക്ക് മാച്ചപ്പ് യൂസ് ചെയ്യാം. ഒരിക്കലും ചേസിങ്ങിൻ്റെ സമയത്ത് മാച്ചപ്പ് യൂസ് ചെയ്യാൻ നോക്കരുത്. കാരണം മാച്ചപ്പിൻ്റെ സമയത്ത് ഒരിക്കലും സ്പീഡ് യൂട്ടിലൈസ് ആവില്ല. അതൊരു ഏരിയ കവർ ചെയ്യാൻ മാത്രമാണ് കമാൻഡ് ഉള്ളത്. അപ്പോൾ സ്പീഡ് വെച്ചിട്ട് ചേസ് ചെയ്യാനാണെങ്കിൽ എപ്പോഴും പ്രഷർ യൂസ് ചെയ്യും. അടുത്ത സിറ്റുവേഷനാണ് ലോഫ്റ്റഡ് പാസ് അല്ലെങ്കിൽ തൂക്കിയർ. അപ്പോൾ ഇതുപോലെ ലോഫ്റ്റഡ് പാസ് കൊടുക്കുമ്പോൾ ചെയ്യേണ്ടത് വെച്ചാൽ തൊട്ടടുത്തുള്ള പ്ലേയേഴ്സ് ഹെഡ് കുത്തി കൊടുക്കുക, അല്ലെങ്കിൽ ഗോളിക്ക് കൊടുക്കുക. ഗോളിക്ക് ബാക്കോട്ട് കൊടുത്താൽ അതാണ് ഏറ്റവും സേഫ്. കാരണം ഗോളി കൈകൊണ്ട് പിടിച്ചോളൂ, പിന്നെ വേറെ ഡേഞ്ചറൊന്നുമില്ല. പക്ഷേ ഇതും കഴിഞ്ഞിട്ട് പോണ ബോളുണ്ട്, അത് 1-on-1 സിറ്റുവേഷൻ ആയിരിക്കും ഓപ്പോണൻറ്റിൻ്റെ സ്ട്രൈക്കറും നമ്മുടെ GK ആയിട്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ മാനുവലി GKനെ ബോക്സിനെ പുറത്തേക്ക് കൊണ്ടുവരാം. പ്രഷറോ മാച്ചപ്പോ അതായിട്ട് വിളിച്ച് പിടിച്ചാൽ മതി. ഒഫൻസീവ് കീപ്പേഴ്സാണ് അവർ താനേ വന്നോളൂ, അത് സീനൊന്നുമില്ല, ഓട്ടോമാറ്റിക് വരും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ 100% ഉള്ള സിറ്റുവേഷൻ നമുക്ക് 50-50 എങ്കിലും ആക്കിയെടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്താൽ മതി കേട്ടോ. നെക്സ്റ്റ് വിങ്ങിൽ കൂടെ ബോൾ അറ്റാക്ക് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഇപ്പോൾ വിങ് ബാക്സ് ആണ് മെയിനായിട്ട് അവിടെ റോള്. പ്രഷറൊക്കെ ചെയ്ത് ബോൾ എടുക്കാൻ പറ്റും 1-on-1 ഒക്കെ ആണെങ്കിൽ. പക്ഷേ 2v1 ഒക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുക, മാച്ച് പഠിച്ച് നിൽക്കാൻ നോക്കുക, അതാണ് ഏറ്റവും നല്ലത്. വേണമെങ്കിൽ ഡബിൾ പ്രഷറും യൂസ് ചെയ്യാം കേട്ടോ. കാരണം ഡബിൾ പ്രഷറും അത്യാവശ്യം എഫക്റ്റീവാണ് ആ ഒരു വിങ് ഏരിയയിൽ. സെൻറ്ററിൽ ഒരിക്കലും ചെയ്യാൻ പറയില്ല. ബോക്സ് കയറി കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒന്നും നോക്കണ്ട, ആരാണോ അടുത്തുള്ള വെച്ചാൽ അവരെ കൊണ്ട് മാച്ചപ്പോ പ്രഷറോ ടാക്കിളോ എന്താ വെച്ചാൽ ചെയ്യുക. ടാക്കിളും ചെയ്യുമ്പോൾ പറയുന്നത് ഏറ്റവും ലാസ്റ്റ് ഓപ്ഷൻ ആയിട്ടാണ്. അല്ലെങ്കിൽ അത്രയും നീറ്റ് ടാക്കിളാവുന്ന ഉറപ്പുണ്ടെങ്കിൽ മാത്രം ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ജോയിസ്റ്റിക്ക് മാത്രം വെച്ചിട്ട് എന്ത് ചെയ്യുക, ആ പ്ലെയർ ഓപ്പോണ്ട് അടിക്കാനുള്ള ഒരു സ്ഥലം ഉണ്ടല്ലോ, ആ സ്ഥലത്തേക്ക് പ്രൊഡിക്റ്റ് ചെയ്തിട്ട് ആ പ്ലെയർ നീക്കി വെച്ചാൽ മാത്രം മതി, ഓടിയിട്ട് കവർ ചെയ്തോളും. അത് വേണം മാച്ചപ്പ് യൂസ് ചെയ്യാം കേട്ടോ. ജോയിസ്റ്റിക്ക് മാത്രം മതി ആക്ച്വലി, പക്ഷേ അത് നിങ്ങൾക്ക് മാച്ചപ്പ് യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ടാക്കിൾ ചെയ്യുമ്പോൾ എപ്പോഴും സൂക്ഷിച്ച് ചെയ്യുക, കാരണം ബോക്സാണ്, പെനാൽറ്റിയാണ്. ലാസ്റ്റ് പ്ലെയറൊക്കെ ആണെങ്കിൽ ഇപ്പോൾ റെഡ് കാർഡ് വരെ കിട്ടാൻ ചാൻസ് ഉണ്ട്, പിന്നെയും ഗോൾ വഴങ്ങുന്നത്. അപ്പോൾ അതൊക്കെയാണ് നോക്കി ചെയ്യാനുള്ള കാര്യങ്ങൾ. ഈ കോമൺ ആയിട്ട് ഞാൻ വരുത്തുന്ന കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട്, കാണിച്ചു തരാം. ഒരു മിസ്റ്റേക്കാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ ബോൾ എടുക്കും, എന്നിട്ട് ത്രൂ പാസ് വെച്ച് കൊടുക്കാൻ നോക്കും. ത്രൂ പാസിന് ഒരുപാട് സമയം എടുക്കും ഗൈസ്. പാസ് കൊടുക്കുമ്പോൾ കാല് വേലിച്ചൊക്കെ അടിച്ചിട്ട് സ്ലോ മോഷൻ കളിക്കും. അപ്പം അതിൽ ഒരുപാട് ഗോൾസ് ഞാൻ വാങ്ങിയിട്ടുണ്ട് ഇതുപോലെ. ബോൾ എടുക്കും, എന്നിട്ട് ത്രൂ പാസ് വെക്കാൻ നോക്കും, അപ്പോൾ കുളവും. ഓപ്പോണ്ട് വന്ന് ബോൾ എടുക്കും, സിമ്പിളായിട്ട് അടിക്കും. അപ്പോൾ ഇത് നിങ്ങൾ ഒഴിവാക്കുക, ത്രൂ പാസ് കൊടുക്കേണ്ട ഒരിക്കലും. വേണമെങ്കിൽ ക്ലിയർ അടിച്ചോ, അല്ലെങ്കിൽ ഷോർട്ട് പാസ്, സാധാ പാസ് ഉണ്ടല്ലോ, അത് വേണമെങ്കിൽ ഷോർട്ട് പാസ് വെച്ച് കളിച്ചോ, അതാണ് ഏറ്റവും ബെറ്റർ.
ഒരിക്കലും ത്രൂ പാസ് ചെയ്യാൻ നോക്കരുത്. ഇപ്പോൾ ലാസ്റ്റ് പറഞ്ഞ കാര്യം ചേഞ്ച് വരുത്താനുള്ള കാര്യം, അതൊരിക്കലും ചേഞ്ച് വരുന്നില്ല. എനിക്ക് അതൊരു മസിൽ മെമ്മറി പോലെയാണ്. ബോൾ എടുത്ത് കഴിഞ്ഞാൽ ത്രൂ പാസ് കൊടുക്കുക, പെട്ടെന്ന് അറ്റാക്ക് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റിൽ. അപ്പോൾ അത് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അതുകൂടി ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ പിന്നെയും ഡിഫൻസ് ഒരുപാട് ബെറ്റർ ആകും. നിങ്ങളുടെ ഗോൾസ് കൺസീഡ് ചെയ്യുന്നത് പിന്നെയും കുറയും. യൂസ്ഫുൾ ആയി ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയ്ക്ക് നല്ല വീഡിയോ ഗൈസ്. സോ ഗൈസ് ബൈ.